ഇന്ന് ഞാൻ ഓവൻ ഇല്ലാത്തവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു കോഫി ഫ്ലേവർ വരുന്ന ഒരു കോഫി ക്രീം ബണ്ണാണ്. ഇത് നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. അതുപോലെ നമ്മളിതിലേക്ക് കോഫി ഫ്ലേവർ ഉള്ള ഒരു ക്രീമും ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് വയ്ക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. കുറച്ച് സമയം ഇത് മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടി എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ബണ്ണുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള കപ്പിൻ്റെ മെഷർമെൻറ്റ്, ഒരു കപ്പെന്ന് പറഞ്ഞാൽ 250 മില്ലി ലിറ്ററാണ്. അതായത് അതിൽ 2 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ അത് 250 ഗ്രാം ഉണ്ട്. 2 കപ്പ് 250 ഗ്രാം മൈദയാണിത്. പിന്നെ ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 125 മില്ലി ലിറ്ററാണിത്. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഡയറക്റ്റ് ഈ പൊടിയിലേക്ക് ചേർത്തങ്ങ് കുഴയ്ക്കുകയാണ്. അത് ആക്ടിവേറ്റ് ആകാനായിട്ട് പാലിൽ സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും വേണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ ഇന്നത്തെ ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ക്രീം ഉണ്ടാക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കിപ്പോൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള പാലിലേക്ക് ഈ ഈസ്റ്റും അതുപോലെ പഞ്ചസാരയും ഒന്ന് ചേർത്ത് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി വയ്ക്കണം. നമുക്ക് ഈ പാലിലേക്ക് ഇത് രണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. 1-2 പേര് എന്നോട് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുപോലെ ഈ പാല് ഇളം ചൂടുള്ള പാലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് നമുക്കൊരു അല്പസമയം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഈസ്റ്റ് ഒന്ന് പ്രൂഫായി വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈസ്റ്റ് പ്രൂഫായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പൊടിയിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതുപോലെ പാല് ഇളം ചൂടുള്ളത് ചേർക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ആ മുട്ടയും അതുപോലെ ഉപ്പ് ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പ്രൂഫ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിയാൽ കാണാം നമ്മുടെ ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് ആക്ടിവേറ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇളം ചൂടുള്ള പാലെടുക്കണം. ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് ആക്ടിവേറ്റ് ആകത്തില്ല. അതുപോലെ തണുത്ത പാലാണെങ്കിലും ഇത് നന്നായിട്ട് പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് ഇളം ചൂടുള്ള പാൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മിശ്രിതം ഇനി നമുക്ക് നമ്മുടെ ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെയുള്ള മാവ് കുഴയ്ക്കുന്ന പോലെ കുറച്ചേറെ നേരം ഇത് കുഴച്ചെടുക്കണം. അതുപോലെ നിങ്ങളിത് കുഴയ്ക്കാൻ തുടങ്ങുമ്പോൾ അല്പം ലൂസായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ അന്നേരം ഇതിലേക്ക് ഇനിയും പൊടി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ മൈദ നമ്മൾ കുറച്ചേറെ നേരം കൈ കൊണ്ട് കുഴച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വരും. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ബണ്ണിന് അങ്ങ് വല്ലാതെ കട്ടിയുള്ള മാവല്ല വേണ്ടത്. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് അല്പനേരം ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ പാലും അതുപോലെ മൈദയും കൂടെ ഇവിടെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതുകൊണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം. എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് ഈ പൊടിയുമായിട്ട് കുഴച്ച് യോജിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ ബട്ടർ ചേർക്കുമ്പോൾ നമ്മുടെ മാവ് ഒരല്പം കൂടി ഒന്ന് ലൂസായി കിട്ടും. ഇതിനെയും ഒരു 5-6 മിനിറ്റ് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള മുട്ട ഒരുവിധം വലിപ്പമുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ 1/2 കപ്പ് പാല് കൊണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ പാല് കൂടി ഇതിലേക്ക്, ഇളം ചൂടുള്ള പാല് കൂടി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ
കുറച്ച് ഒരു 3-4 മിനിറ്റായിട്ട് ഞാനൊന്ന് കുഴയ്ക്കുകയാണ്. ഇതിപ്പോൾ ഒരുവിധം ഒന്ന് കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ ഒരല്പസമയം കൂടി നമുക്ക് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പരുവം ആകുന്നത് വരെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയി. നമ്മുടെ മാവ് ഇപ്പം നല്ല സോഫ്റ്റായിട്ട് ഇവിടെ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നോക്കിയാൽ തന്നെ കാണാം നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഈ ഒരു പരുവാകുന്ന വരെ നമ്മൾ കുഴച്ചെടുക്കണം. എത്രത്തോളം നമ്മുടെ മാവ് നമുക്ക് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ബണ്ണ് സോഫ്റ്റായിരിക്കും. ഞാൻ ഇതിന് മുമ്പൊരു ഫ്രൈഡ് ബണ്ണ്, അതായത് നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും ഞാനിതുപോലെ നല്ല സോഫ്റ്റായി വരുന്ന വരെ കുഴച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളൊക്കെ ബണ്ണ് സോഫ്റ്റ് അല്ല എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അതെന്നാന്ന് വെച്ചാൽ നമ്മളിത് നല്ല സോഫ്റ്റ് ആകുന്ന വരെ കുഴച്ചെടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ബണ്ണ് ആക്കി വരുമ്പോഴും അത് സോഫ്റ്റായി കിട്ടാത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇത് കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ പൊങ്ങി വരും. ഇതിനി നമുക്കൊരു 1 മണിക്കൂർ ഒന്ന് അടച്ച് പൊങ്ങി വരാൻ വേണ്ടി വയ്ക്കാം. തണുപ്പ് സമയമാണെങ്കിൽ ഒരു 1-1.25 മണിക്കൂറോളം വേണം. എവിടെയെങ്കിലും വാമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതൊന്ന് അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇപ്പോൾ നമ്മൾ ആ കുഴച്ച് വെച്ചതിൻ്റെ ഇരട്ടിയോളം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഇതുപോലെ താത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള ഒരു 6 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ 2 കപ്പ് മൈദ കൊണ്ട് നമുക്ക് ഒരു 6 മുതൽ 7 വരെ ബണ്ണുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിന്നിതിപ്പോൾ ഒരേ വലുപ്പത്തിലുള്ള ഒരു 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിത് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനെ ഒരേ വലുപ്പത്തിലുള്ള 6 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാനൊരു 6 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഓരോ മാവും നമുക്കൊന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ നമുക്ക് കൈകൊണ്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നല്ല ടൈറ്റായിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ടൈറ്റായിട്ട് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ അറ്റം ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. നമ്മൾ ഈ ഹോട്ട് ഡോഗ് ഒക്കെ മേടിക്കുമ്പോൾ ഇരിക്കുന്ന ആ ഒരു ഷേപ്പിൽ വേണം നമുക്കിത് ആക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്കൊന്നും എടുത്തു വെക്കാം. ഞാനിവിടെ ഇന്ന് സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഇറങ്ങിയിരിക്കാൻ വലിപ്പമുള്ള ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള റോളൊന്ന് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇനി ഒരു അരമണിക്കൂർ കൂടി ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടി വെക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഇതിൻ്റെ സൈസിൽ വലുപ്പത്തിൽ കൂടി വരും. അപ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഓരോ റോളും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം നിങ്ങളിത് വെക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ആ മാവെല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലിപ്പോൾ നമ്മളുടെ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാനായിട്ട് ഉള്ള ആ പാത്രത്തിൽ ഞാനിപ്പോൾ ഒരു 3 എണ്ണേ വെച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഒരു അരമണിക്കൂർ കൂടി നമ്മളൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി സൈസിൽ വലുതാകും. അതുപോലെ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി വലുപ്പത്തിലായി കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോന്നും തമ്മിൽ കുറച്ച് അകലം വിട്ടാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ അടുപ്പിൽ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള പാത്രമേ ഇറങ്ങിയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിൽ ഒരു 3 എണ്ണേ ഞാനിപ്പോൾ ബേക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വലിയ പാത്രമാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് 6 എണ്ണം ബേക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പം സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നതും അതുപോലെ ഓവനിൽ ബേക്ക് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു 3 എണ്ണം സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്യുന്നുണ്ട്, 3 എണ്ണം ഓവനിലും ബേക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനിയിപ്പം ഒരു അരമണിക്കൂർ ഇത് ഒരിക്കൽ കൂടി ഒന്ന് എന്തെങ്കിലും ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ മാവ് ഇവിടെ കുറച്ചുകൂടി ഒന്ന് വലുതായി വന്നിട്ടുണ്ട്. നമ്മൾ ആ കുഴച്ച് വെച്ചതിലും ഒരല്പം കൂടി വലുതായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാനും ഈ ഒരെണ്ണം ഓവനിൽ ബേക്ക് ചെയ്യാനും വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമുക്കിനി ഇത് സ്റ്റൗ ടോപ്പിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ
സ്റ്റൗ ടോപ്പിൽ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാകാൻ വെക്കണം. അതിനുശേഷം ഇത് അതിലേക്ക് ഇറക്കി വെച്ച് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങൾ ഓവനിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഇതൊരു 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം അതേ ടെമ്പറേച്ചറിൽ, അതായത് 170 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇത് ഒരു 20 to 25 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ പാനിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഇനി അടച്ചു വെച്ച് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വെച്ച് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബണ്ണിൻ്റെ ആ മുകൾ ഭാഗമൊക്കെ ഒന്ന് കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടും. നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ അത്രയ്ക്ക് അങ്ങ് ബ്രൗൺ ആകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ വെച്ച് ചെയ്യുന്നതും ഓവനിൽ വെച്ച് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് രണ്ടായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ അടുപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കണം. നമുക്കിനി ഇത് അടച്ചു വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബണ്ണിപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്തതാണ്. അതുപോലെ ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൽ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോൾ ആ ഒരു നല്ല ബ്രൗൺ കളറ് കിട്ടത്തില്ല. ഈ ഓവനിൽ ചെയ്തെടുക്കുമ്പോൾ എല്ലായിടവും ഒരുപോലെ ആ ഒരു നല്ല കളർ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ രണ്ട് ബണ്ണും ഒരുപോലെ തന്നെ സോഫ്റ്റാണ്. ഇത് ഞാനൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് നമുക്കിവിടെ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഈ ഓവനിൽ ബേക്ക് ചെയ്തപ്പോൾ ഒരു 22 മിനിറ്റ്സ് 170 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തപ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റൗ ടോപ്പിൽ ചെയ്തപ്പോൾ ഒരല്പസമയം കൂടി കൂടുതൽ വേണ്ടി വന്നു. ഏകദേശം ഒരു 30 മിനിറ്റോളം ഞാനിത് ഏറ്റവും തീ കുറച്ച് വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ പുറവശമൊക്കെ കണ്ടോ, നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പം ഇനി ഇത് ഞാനിപ്പോൾ ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് ഒരല്പസമയമായി. നമുക്കിതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം വേണം ഇതിനുള്ളിലേക്ക് ആ ബട്ടർ ക്രീം ഫില്ലിങ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊരു നന്നായിട്ടൊന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഈ ബണ്ണിനുള്ളിലേക്ക് ഒരു കോഫി ഫ്ലേവറുള്ള ബട്ടർ ക്രീം ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. കേട്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് താന്നു പോകുന്ന പോലത്തെ അത്രയും സോഫ്റ്റായ ബട്ടർ എടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനൊരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഒരു ടീസ്പൂൺ വെള്ളം, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ നെസ്കഫെ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള നെസ്കഫയോ ബ്രൂവോ അങ്ങനെ ഏതാണ് ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ 1 ടേബിൾ സ്പൂൺ എടുക്കണം. അപ്പം നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് ഇതിൻ്റെ ആ ഫില്ലിങ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്ലോ സ്പീഡിൽ ഒന്ന് ബീറ്റർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആ ബട്ടർ ഇവിടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഒരു 2-3 തവണയായി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഈ ബട്ടറുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ബീറ്റർ ഓൺ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് നമ്മൾ പെട്ടെന്ന് ആ പഞ്ചസാര ഇട്ട ഉടനെ ഇത് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എല്ലായിടത്തോട്ടും അങ്ങ് വല്ലാതെ പറക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരു 2-3 തവണയായിട്ട് നമുക്ക് ഈ പഞ്ചസാര മുഴുവൻ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ പഞ്ചസാരയും അതുപോലെ നമ്മുടെ ബട്ടറും കൂടെ ഇവിടെ ഒരുവിധം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കോഫി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് ബട്ടറിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാവുള്ളൂ. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്കൊന്ന് മാറ്റാം. ഇപ്പോൾ
ഞാനിവിടെ നമ്മുടെ ബട്ടർ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി ഒരു സ്റ്റാർ നോസിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബണ്ണിൻ്റെയൊക്കെ നെടുകെ ഇതുപോലെ ഒരു കട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ കാണാം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഓവനിൽ ബേക്ക് ചെയ്തെടുത്ത ബണ്ണാണ്. അത് നന്നായിട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്തതും നല്ലതായിട്ടായിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റാണ്. കണ്ടോ, പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ് നമുക്കൊന്ന് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫില്ലിങ് ഇതിലേക്ക് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ലെയറായിട്ട് ഇതിലേക്കൊന്ന് ഫില്ലിങ് വയ്ക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഈ അടുത്ത ബണ്ണുകളും ഒന്ന് ഫില്ലിങ് നിറയ്ക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഫില്ലിങ് ഇതിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത 4 ടേബിൾ സ്പൂൺ ബട്ടറിന് പകരം ഒരു 5-6 ടേബിൾ സ്പൂൺ ബട്ടറും അതിൻ്റെ ഇരട്ടി പൗഡേർഡ് ഷുഗറും എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു 2 ലെയറായിട്ട് ഒന്ന് വയ്ക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ കാണാം. ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. കണ്ടോ, അകമൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ ആ ക്രീം ഫില്ലിംഗ് ഒക്കെ അകത്ത് വന്നിട്ടുമുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറക്കാതെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഫ്രീ ആണ്. ആ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.